ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഥാസ്ഥാനപ്പെടുവീൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിട്ടുപോകുന്ന സ്ഥാനത്തേക്ക് തിരിച്ചു വരിക എന്നാണ്. മുമ്പ് ഇരുന്നിരുന്ന സ്ഥാനത്തേക്ക് മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുവീൻ. സാക്ഷാത്തായ ഒരു പദവിയിലാണ് നാം ഇരുന്നിരുന്നത്, ആ സ്ഥാനത്തേക്ക് നാം മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുവീൻ. വേദപുസ്തകത്തിൽ ഒരധ്യായം മുഴുവനും യഥാസ്ഥാനപ്പെടുന്നതിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരധ്യായം ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ലൂക്കോസ് 15-ാം അധ്യായം യഥാസ്ഥാനപ്പെടുന്നതിൻ്റെ അധ്യായമാണ്. 3 സംഭവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, 100 ആളുള്ള ഇടയൻ ഒരാട് കാണാതെ പോയപ്പോൾ അതിന് പിന്നാലെ ചെന്ന് തേടി ചെന്ന് കണ്ടുപിടിച്ച് ആടിനെ രക്ഷിച്ചു കൊണ്ടുവന്ന് ആലയിലാക്കുന്നു, മറ്റാടുകളുടെ കൂട്ടത്തിലാക്കുന്നു. രണ്ടാമത്തേത്, 10 ദിരമപ്പണം നാണയം, 10 ദിരമപ്പണം വെള്ളി നാണയം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആ ദിരമപ്പണം ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ എവിടെയാണ് എന്ന് നോക്കി വീട്ടിനകത്തെല്ലാം അടിച്ച് തൂത്ത് വാരി എല്ലാം നോക്കിയപ്പോൾ ആ ചണ്ടിക്കൂമ്പാരങ്ങളുടെ ഇടയിൽ ആ നാണയം കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ മേലെഴുത്തെല്ലാം പോയി, എല്ലാം മങ്ങി, എല്ലാം ചെളി പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അത് കിട്ടി. അവൾ കണ്ണീര് കൊണ്ട് അത് കഴുകി. അവൾ ആ നാണയം തീരെ കിട്ടിയതിൽ അത്യധികമായി സന്തോഷിച്ചു. നാണയം യഥാസ്ഥാനപ്പെട്ടു. മറ്റ് 9ൻ്റെയും കൂടെ ചേർത്തു. 100-ൽ 1 നഷ്ടപ്പെട്ടു, 10-ൽ 1 നഷ്ടപ്പെട്ടു. മൂന്നാമത്തേത്, 2 മക്കളുള്ള ഒരു പിതാവ്. ഇളയ മകൻ കാണാതെ പോയി, പോയി നഷ്ടപ്പെട്ടു പോയി, അവൻ വിട്ടുപോയി, അപ്പനെ വിട്ട് അവൻ ദൂരദേശത്തേക്ക് പോയി, അവൻ പാപജീവിതം നയിച്ചു. എന്നാൽ അവൻ തിരികെ വന്ന് അവൻ യഥാസ്ഥാനപ്പെട്ടു. അപ്പൻ്റെ ഊണുമേശയിൽ, അപ്പൻ്റെ അനുഗ്രഹീത മേശയിൽ അവന് ഭോജനം ലഭിച്ചു. 100-ൽ 1 നഷ്ടപ്പെട്ടു, 10-ൽ 1 നഷ്ടപ്പെട്ടു, 2-ൽ 1 നഷ്ടപ്പെട്ടു. നഷ്ടത്തിൻ്റെ കണക്കാണ് നാം കാണുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടു എന്നുള്ള കണക്കാണെങ്കിലും നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി എന്നുള്ളതാണ് സന്തോഷം. തിരികെ കിട്ടി, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി. ഇന്ന് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സൽപ്പേര് നഷ്ടപ്പെട്ടുള്ളവരുണ്ട്, മാന്യത നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്, പണം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. വലിയ ധനാഢ്യനായിരുന്ന മനുഷ്യൻ പെട്ടെന്ന് ദരിദ്രനായി തീർന്നു. മദ്യത്തിന് വേണ്ടി ചെലവഴിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി ഇന്ന് ഒരു പാപ്പരായി മാറിയിരിക്കുന്നു. നഷ്ടത്തിൻ്റെ കണക്ക്. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി. ഈ 3 ഉപമയിലും കർത്താവ് പറയുന്നിടത്ത് 3 വാക്കുകൾ നമുക്ക് കാണാം. 1 ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. 2 ഫൗണ്ട്, കണ്ടുകിട്ടി. 3 റിജോയ്സ്, സന്തോഷിച്ചു. 3 വാക്കുകൾ അത് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ എളുപ്പം മനസ്സിലാക്കി ഓർക്കാൻ പറ്റും. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ഫൗണ്ട്, കണ്ടുകിട്ടി. ആൻഡ് റിജോയ്സ്, സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ലോസ്റ്റ്, ഫൗണ്ട് ആൻഡ് റിജോയ്സ്. ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചാൽ നമുക്ക് എളുപ്പം അത് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ കിട്ടും. ഇനി നിങ്ങളുടെ മനസ്സിൽ എന്നും നിങ്ങൾക്ക് ഈ വാക്കുകൾ ഓർമ്മയിൽ നിൽക്കട്ടെ. ഈ ഭാഗം വായിക്കുമ്പോഴെല്ലാം ഈ വാക്കുകൾ ഓർമ്മയിൽ നിൽക്കട്ടെ. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി. നഷ്ടങ്ങളുടെ കണക്കേ നമുക്ക് പറയാനുള്ളൂ. ഓരോരുത്തർക്കും ഉണ്ട്. ഇത് ഈ കണ്ട കാലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മനസ്സ് നിരാശയിലിരിക്കുന്ന ആളുകളുണ്ട്. എത്രയോ കാലങ്ങൾ നഷ്ടപ്പെട്ടു, എത്രയോ കാലങ്ങൾ. സെൻ്റ് അഗസ്തീനോസ് പുണ്യാളൻ അദ്ദേഹം കൺഫെഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു, എൻ്റെ നല്ല നാളുകളിലെ നഷ്ടപ്പെടുത്തിയല്ലോ, ഞാൻ കുറച്ചുകൂടി നേരത്തെ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയില്ലല്ലോ, നഷ്ടമായി പോയല്ലോ എന്ന്. ഞാൻ കുറേ കൂടി നേരത്തെ ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരുന്നെങ്കിലെന്ന്. അതൊരനുഭവമാണ്. കുറേ കൂടി നേരത്തെ ഈ ഭാഗ്യാനുഭവം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അയ്യോ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ, യൗവനത്തിലെ വീര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നഷ്ടത്തിൻ്റെ കണക്കുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടത് ഓർക്കാൻ പറ്റും. പലതും. ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തിയതാണ്. ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്തി. ഒരിക്കൽ ക്രിസ്തുവിനെ കിട്ടിയതായിരുന്നു, അല്ലേ? ക്രിസ്തുവിനെ കിട്ടിയവരുണ്ട്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കിട്ടിയവരുണ്ട്, ക്രിസ്തുവിൻ്റെ സ്തുതി കിട്ടിയവരുണ്ട്, ക്രിസ്തുവിന് വിശുദ്ധി കിട്ടിയവരുണ്ട്, ക്രിസ്തുവിന് സ്നേഹം കിട്ടിയവരുണ്ട്. എന്തൊരു അനുഗ്രഹീതമായ നാളുകളായിരുന്നു അതെല്ലാം.
1973 മുതൽ കുറേ വർഷങ്ങൾ സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പെരുമാരി പെയ്ത കാലങ്ങളായിരുന്നു. പെരുമാരി, ആ മഴയുടെ കാലങ്ങൾ ഇതുപോലത്തെ മഴയല്ല, ആത്മാവിൻ്റെ മഴ. പരിശുദ്ധാത്മാവ് തെരുതെരെ പെയ്തിറങ്ങിയ കാലങ്ങൾ, ജനഹൃദയങ്ങൾ ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്ത കാലങ്ങൾ. ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ആളുകൾ, ഓരോ കുടുംബങ്ങളിലും അതിൻ്റെ പ്രത്യേകമായി ചലനങ്ങളുണ്ടായ കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വലിയ മാറ്റങ്ങളുണ്ടായി ആളുകൾക്ക്. ആ കാലത്താണ് ഈ പ്രദേശത്ത് ഉള്ള കുറേയേറെ ആളുകളുടെ ഭവനങ്ങളിൽ വഴക്ക് മാറി, ഭിന്നത മാറി, അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി, ഭാര്യയും ഭർത്താവ് ഒന്നായി, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി, സ്കൂളിൽ കൃത്യസമയത്ത് പോവുകയും കൃത്യസമയത്ത് വരികയും ചെയ്യുന്നുള്ളത് മാത്രമല്ല, ശരിയായി പഠിക്കുന്ന കുട്ടികളുണ്ടായി, കുട്ടികൾ പഠിത്തം ശരിയായി, ദുശ്ശീലങ്ങൾ മാറി. എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത്. മദ്യപാനികളായിരുന്ന ആളുകൾ അവരുടെ സ്വന്തം പറമ്പിലുണ്ടായിരുന്ന പന വെട്ടിക്കളഞ്ഞു. വേണ്ട, ഇനി മദ്യത്തിൻ്റെ വരുമാനം വേണ്ട. പനകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പനകൾ വെട്ടിക്കളഞ്ഞു. ഈ പ്രദേശത്തെല്ലാം അനേകം വീടുകളിൽ പനയുണ്ടായിരുന്നു. വെറുതെ ഒന്നും ചെലവ് ചെയ്യാതെ രൂപ കിട്ടുന്നൊരു കാര്യമായിരുന്നു, വെട്ടിക്കളഞ്ഞു. ഇങ്ങനെ അത്ഭുതകരമായ ഒരു ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭൂതി ലയിച്ച് ആനന്ദിച്ച് ദൈവത്തെ സ്തുതിച്ചൊരു കാലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 1973 മെയ് മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കാണ് പരിശുദ്ധാത്മാവ് തീ പോലെ ഇവിടെ ഇറങ്ങിയത്. തീയായി ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ കാലങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം തുള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ പ്രദേശങ്ങളെല്ലാം ആത്മാവിൽ ഉണർന്നു. പ്രത്യേകിച്ച് യാക്കോബായ ഓർത്തഡോക്സ് രണ്ടല്ലായിരുന്നു. യാക്കോബായ സഭയിലാണ് ഈ വലിയ ഉണർവ് അന്ന് തുടങ്ങിയത്, ശക്തിയേറിയ ഉണർവ്. മാർത്തോമ്മ സഭയിലെ കേരള ക്രിസ്തീയ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ശ്രീ കെ വി ചെറിയാൻ, അനുഗ്രഹീതനായ ദേവദാസനാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇടയിലാണ് ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. പറഞ്ഞ തങ്കു പോലെ സംഭവിച്ചു. നിങ്ങളുടെ ഇടയിലാണ് ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. വലിയ ആത്മീയ ഉണർവുണ്ടായി. പക്ഷേ ഇന്നത്തെ സ്ഥിതി പറഞ്ഞാൽ ഇന്ന് പലതും നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പലതും കൈമോശം വന്നു പോയി. പഴയ വീര്യം പോയി, പഴയ തീക്ഷ്ണത പോയി, പണ്ടുണ്ടായിരുന്ന ആത്മാവിൻ്റെ എരിവ് പോയി. പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, വചനമുണ്ട്, സാക്ഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. പുറമേയുള്ള ചട്ടംകെട്ടുകളെല്ലാം ഉണ്ട്. പക്ഷേ അകത്തെ ശക്തി കുറഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. അകത്തെ ശക്തി കുറഞ്ഞു പോയി. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത ചില പ്രസംഗങ്ങളിൽ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശക്തി പുതുക്കി കിട്ടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് ശക്തി പുതുക്കി തരണം. ആത്മീയമായ വന്ന നഷ്ടങ്ങളെല്ലാം നികത്തി തരണം. ആത്മീയമായ വന്ന കേടുകളെല്ലാം മാറ്റി തരണം. എല്ലാ കെടുതികളും നീക്കി തരണം. കർത്താവേ, ഞങ്ങൾക്ക് ആത്മീയമായ ഒരു പുനരുദ്ധാരണം തരണം. ആത്മീയമായ ഒരു ഉദ്ധാരണം, ഒരു ഉയർച്ച ഞങ്ങൾക്ക് തരണം. ആത്മീയമായ ഉത്കർഷം ഞങ്ങൾക്ക് തരണം. ആത്മീയമായ ഉണർവ് തരണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ കിട്ടും. ഇത് ഭംഗിയൊക്കെ ഒന്നും പറയുന്നതല്ല. ആരെല്ലാം പ്രാർത്ഥിക്കുന്നവർക്കത് കിട്ടും. ചിലപ്പോൾ നാം പിന്നെ അവരെ നമുക്ക് പരിചയമില്ലാത്തവരായിരിക്കും. ഒരുപക്ഷെ അവർ ഇവിടെ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയുന്നില്ലായിരിക്കാം. പക്ഷേ അനേകർക്ക് ഈ ആത്മീയാനുഭവം കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. ആത്മീയ ഉണർവ് വേണ്ടി വാഞ്ചിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ആത്മീയ ഉണർവ് ലഭിക്കുന്നുണ്ട്. ആത്മീയമായ ഒരു ചൈതന്യം കിട്ടുന്നതിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഉപവാസം എടുക്കുന്നവർ, അതിനുവേണ്ടി ജാഗരിക്കുന്നവർ, അവർക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ആത്മീയമായ ഉണർവ് എന്നിൽ തുടങ്ങണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിൽ തുടങ്ങണമേ. മറ്റുള്ളവരുടെ കാര്യം പോകട്ടെ, എന്നിൽ തുടങ്ങണമേ. ഞാൻ എൻ്റെ കർത്താവെ, ഈ കപ്പലിലെ ഒരു യോനയായി നിൽക്കരുത്. ഈ കപ്പലിൽ ഒരു അനുസരണക്കെട്ട പ്രവാചകനായി ഞാൻ ഇരിക്കരുത്. ഈ കപ്പലിൽ ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വിരുദ്ധമായി യാത്ര ചെയ്യുന്ന ഒരു പ്രവാചകനായി ഞാൻ ഇരിക്കരുത്. പ്രവാചകനാണ്, ദൈവദാസനാണ്. ഈ കപ്പലിൽ സ്വമനസ്സാ ചെന്ന് കയറിയതാണ്.
ആരും പിടിച്ച് കയറ്റിയതൊന്നുമല്ല. സ്വമനസ്സായെന്ന് കപ്പലിൽ കയറി. എൻ്റെ കർത്താവേ, ഈ കപ്പലിൽ, എൻ്റെ ജീവിതമാകുന്ന കപ്പലിൽ അല്ല, എൻ്റെ ഈ കൂട്ടായ്മയിൽ ഞാനൊരു യോനയായി മാറരുത്. എൻ്റെ കർത്താവേ, എന്നെ ഈ കപ്പലിൽ നിന്ന് എടുത്തെറിഞ്ഞു കളയുക. അകത്ത് എൻ്റെ ഹൃദയത്തിനുള്ളിൽ അമർന്നിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ തെറിയാൻ എനിക്ക് സമ്മതമാണ്. നിങ്ങൾ എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടുകളവിയെന്ന് യോന പറഞ്ഞു. കർത്താവേ, എൻ്റെ കർത്താവേ, ഈ അപകട സ്ഥലത്ത് നിന്ന് എന്നെ ഉദ്ധാരണം ചെയ്യണമേ. എന്നാൽ ഈ കപ്പലിന് കേടുകൂടാതിരിക്കും. ഞാൻ ഒരാളാണ് കേടിന് കാരണം. ഞാൻ ഒരുത്തൻ കാരണമാണ് ഈ കപ്പലിനെ കേടുവന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഞാനാണ് കാരണം. എൻ്റെ ഭാര്യയ്ക്ക് സമാധാനമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം ഞാനാണ്. എൻ്റെ ഭർത്താവിന് ഹൃദയവേദന ഉളവാക്കുന്നതിന് കാരണം ഞാനാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് സന്തോഷം ലഭിക്കാത്തതിന് കാരണം ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ ചിലതെല്ലാം തിരുത്താനുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ തിരുത്തിയിട്ടില്ല. അതാണ് കാരണം. ഞാനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനാണ് കാരണം. ദൈവത്തിന് സ്തോത്രം. സന്തോഷം മടക്കി കിട്ടും. സന്തോഷം നിങ്ങൾക്ക് തിരികെ കിട്ടും. സന്തോഷം തിരികെ കിട്ടാൻ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ പറയണം, കർത്താവേ, ഈ കപ്പലിൽ നിന്ന് ഒരു യോന അനുസരണം കെട്ട ഒരു പ്രവാചകൻ ഇതായിരിക്കുന്നു, എന്നെ ഒന്ന് എടുത്ത് മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. എന്നെ നിൻ്റെ തൃക്കരം കൊണ്ട് എടുത്ത് മാറ്റി എറിഞ്ഞു കളയണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവം പിടിച്ചെറിഞ്ഞാൽ വെറുതെ കളയാനുള്ള ഏറല്ല, അത് മത്സ്യത്തിൻ്റെ വയറ്റിലേക്കാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഉദരഗഹൂരത്തിലേക്കാണ് എടുത്തെറിയുന്നത്. സ്തോത്രം. മത്സ്യത്തിൻ്റെ വയറ്റിലേക്കാണ് യോനായി വീണത്. എന്നാൽ നമ്മെ ദൈവം തടുത്തെറിഞ്ഞാൽ, കുറ്റബോധം വന്നാൽ നാം നമ്മെ തന്നെ അറിയാൻ വിട്ടുകൊടുത്താൽ സംഭവിക്കുന്നത് എന്താണ്? നാം പരിശുദ്ധാത്മാവിൻ്റെ ഉദരത്തിലേക്ക് ചെല്ലും, പരിശുദ്ധാത്മാവിൻ്റെ അകത്തേക്ക് ചെല്ലും, പരിശുദ്ധാത്മാവിനകത്തേക്ക് നാം ലയിക്കും. നാം ദൈവത്തിന് വകയായിത്തീരും. നമ്മെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അനുതാപം കിട്ടും, നമുക്ക് മാനസാന്തരം കിട്ടും, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരികെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ, നിനവയിലേക്ക് പോകുവാൻ കൽപ്പനയുണ്ടായിരുന്നു, ദൈവം കൽപ്പിച്ചതാണ്. പക്ഷേ നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീശിലേക്ക്, നേരെ വിരുദ്ധ ദിശയിലേക്ക് യാത്ര ചെയ്തു. എന്നാൽ ഇപ്പോൾ കർത്താവേ, എന്നെ എടുത്ത് ഈ കടലിലേക്ക് എറിഞ്ഞു കളക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിന്നെ എവിടെ പോകാൻ കർത്താവ് ആഗ്രഹിച്ചോ ആ സ്ഥാനത്ത് തന്നെ നിന്നെ കൊണ്ടു ചെല്ലും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്നെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, നിനക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തിൻ്റെ എല്ലാ പന്ഥാവുകളിലൂടെയും ദൈവം നിന്നെ നയിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഒരാൾ തിരിയുക, വീട്ടിൽ ഒരാൾ തിരിയുക. എല്ലാവരും തിരിഞ്ഞ് നല്ലത് ഇല്ല, വേണ്ട. ഒരാൾ, ഞാൻ ഒരാൾ, ഈ സ്ഥാപനത്തിൽ ഞാൻ ഒരാൾ തിരിയുക. സ്തോത്രം. ഈ കോളേജിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ, ഈ ഓഫീസിൽ ഞാനൊരാൾ തിരിയുക. ഈ ഫാക്ടറിയിൽ ഞാനൊരാൾ തിരിയുക. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ഞാൻ ഒരാൾ തിരിയുക. എന്താ തിരിയുന്നത്? കുറ്റബോധം വരിക. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ നിമിത്തം ഞാനാണ് കാരണക്കാരൻ. യോനായ്ക്ക് തിരിച്ചറിവുണ്ടായി. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നത് ഞാൻ കാണുന്നു. ഈ വലിയ കോൾ, ഈ കടലിൻ്റെ നടുക്കിൽ നിൽക്കുന്ന ഈ കപ്പലിനകത്ത് ഇത്രയും കോളുണ്ടാകാനും കാരണം, ഇത്രയും ഇളക്കമുണ്ടാകാൻ കാരണം, കപ്പൽ ആടി ഒലയാൻ കാരണം, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ കാരണം, എൻ്റെ കർത്താവേ, ഇതിനകത്തുള്ള ചരക്കുകളെല്ലാം വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയാൻ കാരണം ഞാനാണ്. ഞാൻ ഒരുത്തനാണ്. ദൈവത്തിന് സ്തോത്രം. നഷ്ടങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുക. നഷ്ടങ്ങൾ തിരിച്ചു കിട്ടാനുള്ള ദിവസമാണ് ഇന്ന്. സ്തോത്രം. നഷ്ടങ്ങൾ തിരിച്ചു കിട്ടും. സ്തോത്രം. സ്തുതി തിരിച്ചു കിട്ടും. ദൈവത്തിന് സ്തോത്രം. സ്തുതി, ആരാധന. സ്തോത്രം, ആരാധന. ഹല്ലേലൂയ, ആരാധന. മേൽപ്പെട്ട ഉയരങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരുടെ ഭാവികളോ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നെന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നതെന്ന് മൗനമായിരിക്കാനും നിന്നെ പുകഴ്ത്തുനിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പിതാക്കന്മാർ പഠിപ്പിച്ചു. സ്തുതി തിരികെ കിട്ടും. നീ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ നിർത്തരുതേ എന്ന് പാടാൻ കർത്താവിൻ്റെ ദാസന്മാർ പഠിപ്പിച്ചു. നിർത്താതുള്ള സ്തുതി, ആത്മാവിൻ്റെ ആരാധനയുടെ സൗകുമാര്യം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ കർത്താവ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. നഷ്ടങ്ങളെല്ലാം നികത്തി തരാൻ പോവുകയാണ്. നഷ്ടങ്ങളെല്ലാം നികത്തി കിട്ടും. എല്ലാം, ഒട്ടേറെ നഷ്ടങ്ങളൊന്നു പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ പാഴായ കാലങ്ങൾ, പാഴായിപ്പോയ കാലങ്ങൾ അല്ലേ? അങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്. കുറേ കൂടിയൊക്കെ പ്രവർത്തിച്ചുള്ളവരും തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറേ കൂടിയൊക്കെ പ്രാർത്ഥിച്ചുള്ളവരും തോന്നുന്നുണ്ട്. കുറേ കൂടിയൊക്കെ ത്യാഗം സഹിക്കാമായിരുന്നു തോന്നുന്നുണ്ട്. കുറേ കൂടിയൊക്കെ വീണ്ടും എല്ലാം വിട്ടുകളഞ്ഞ് മുഴുവനായി കർത്താവിന് വേണ്ടി സെറ്റപ്പ് പാർട്ടി ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ചെയ്യാമായിരുന്നു തോന്നുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യാക്കോബിനെ യാബോക്ക് കടവിൽ
ദൈവം കണ്ടുമുട്ടി, യാക്കോവിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. അന്ന് യാക്കോവിൻ്റെ തുടയുടെ തടം തൊട്ടു. ഒരു ഭയനിർദ്ദേശം പറയട്ടെ, മകനെ, നിൻ്റെ തുടയുടെ തടം ഉളുക്കിയിട്ടേ നീ ഇരിയുള്ളൂവെങ്കിൽ അതും ദൈവം ചെയ്തു തരും. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. മുടിയപുത്രന് ക്ഷാമം വന്നപ്പോൾ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. മകനെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് ക്ഷാമം തരും. ക്ഷാമം വരുന്നതിന് മുൻപ് വേഗം നീ തിരിഞ്ഞാൽ നല്ലതാണ്. ക്ഷാമം നേടുന്നതിന് മുൻപ്, കെടുതികൾ വരുന്നതിന് മുൻപ്, മഹാനഷ്ടങ്ങൾ വരുന്നതിന് മുൻപ്, മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുൻപ്, മക്കൾ പൈശാചികൻ്റെ വലയിൽ കുടുങ്ങുന്നതിന് മുൻപ് നിങ്ങളൊരാൾ തിരിഞ്ഞു വന്നാൽ നല്ലത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങൾ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ധാരാളം കേട്ട് മടുത്തു കാണുമല്ലേ? ഈ ഇൻ്റർനെറ്റിൽ കൂടിയുള്ളതായ പരിപാടികൾ നല്ലതാണ്. ഇൻ്റർനെറ്റ് വളരെ നല്ലതാണ്. എന്തുമാത്രം നമുക്ക് അറിവുകൾ സംഭരിച്ച് വെച്ചിരിക്കുന്നു ഈ കമ്പ്യൂട്ടറിൽ. എന്തുമാത്രം അറിവുകൾ, എന്തെല്ലാം സാധ്യതകൾ, നല്ലതാണ്. പക്ഷേ അത് തിന്മയ്ക്ക് ഉപയോഗിച്ചാലോ? ഞാൻ പറഞ്ഞില്ലേ, ഓർക്കുന്നോ? നല്ല ബ്ലേഡ്, ഏറ്റവും നല്ല മൂർച്ചയുള്ള ബ്ലേഡ് നല്ലതാണ്. ആ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ സാധിക്കും. ഷേവ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കടലാസുകൾ മുറിക്കാം, എന്തു വേണം, എല്ലാം ചെയ്യാനുള്ള മൂർച്ചയുണ്ട്. പക്ഷേ ആ ബ്ലേഡ് എടുത്ത് കൈത്തണ്ട മുറിച്ചാലോ, ആ ബ്ലേഡ് എടുത്ത് കഴുത്ത് മുറിച്ചാലോ, അതിനാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യാപരമായി ആരും പോകരുത്. ഇൻ്റർനെറ്റിൽ കൂടെയുള്ള ചാറ്റിംഗ് എല്ലാം നിർത്തണം. സ്തോത്രം. ഇൻ്റർനെറ്റിൽ കടന്ന് നിന്നുള്ള ചീത്ത സൈറ്റുകളിലേക്ക് കടന്ന് അരുതാത്ത അഴുക്കായി ചിത്രങ്ങൾ കാണരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു സൈറ്റ് ഉണ്ടോ എന്ന് പോലും നോക്കരുത്. അതിലേക്കൊന്നും പോകരുത്. അനേകം കുഞ്ഞുങ്ങൾ, ഈ കുട്ടികൾ, ഇവരെല്ലാം കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആശയുണ്ട്, അതേസമയത്ത് എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. അനേകർ ഇതെല്ലാം കേട്ടെങ്കിൽ പിന്നെയും ഇൻ്റർനെറ്റിൽ കടന്ന് അരുതാത്ത സൈറ്റിൽ പോയിട്ട് ചീത്ത പടങ്ങൾ കണ്ട് ആ ഇൻ്റർനെറ്റിൽ കൂടിയുള്ളതായ ചാറ്റിംഗ് കൊണ്ട് അനേകർ ചീറ്റിംഗ് ആയിത്തീരുന്നു. അപകടം വരുന്നു, ചതി പറ്റിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കൊച്ചു കൊച്ചു പെൺകുട്ടികൾ പോലും പിശാചിൻ്റെ അടിമകളായി മാറുന്നു. കൊച്ചു കൊച്ചു പെൺകുട്ടികൾ, എന്താണ്, കുരുന്നുകൾ, അവരും ഇൻ്റർനെറ്റിൽ കടന്ന് ചീത്തയായി പോകുന്നു. വരുംകാലത്ത് വാനവരിയിലൂടെ ചിത്രശലഭം പോലെ പറന്നുല്ലസിക്കേണ്ടതായ അനുഗ്രഹീതരായ ശിശുക്കൾ അവർ വളർന്നു വന്ന് അവസാനം പാവത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്നു. ഇവിടെ നല്ല മര്യാദക്കാരായ കുട്ടികൾ ഇവിടെ പള്ളി മധുവായിൽ തൂക്കുറ്റി വീശാൻ വരും ശുശ്രൂഷയ്ക്ക്. അവിടെ ഗീതങ്ങളെല്ലാം മനോഹരമായി പാടും, സുറിയാനിയിലും പാടും, മലയാളത്തിലും പാടും. പക്ഷേ അങ്ങ് പ്രൊഫഷണൽ കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ചെന്ന് പഠിക്കുമ്പോഴാണ് കാര്യം മാറുന്നത്, വിധം മാറുന്നത്. ഞാൻ ഇനിയത് പറയണമോ? അനേകം ചെറുപ്പക്കാർ വഷളായി പോകുന്നു കോളേജുകളിൽ. ഇതെല്ലാം ഓർത്ത് നിങ്ങൾ പ്രായമായവർ നെടുവീർപ്പെടണം, പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി കരയണം. അവരെ അടുക്കൽ ചേർത്തിരുത്തി അവരോട് മധുരമായി സംഭാഷണം ചെയ്ത് സ്നേഹത്തോടെ സംസാരിച്ച് അവരെ തെറ്റായ വഴിയിലേക്ക് പോകാതെ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കണം. ചിലപ്പോൾ ശാസനം വേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷണം വേണ്ടി വരും. പലപ്പോഴും സാധിക്കേണ്ടത് നിങ്ങളുടെ ഉപദേശം കൊണ്ട് തന്നെ നന്നാകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമാധാനത്തോട് പറയട്ടെ, ഇങ്ങനെയെല്ലാം നിഷ്ഠയോടുകൂടി നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്, ഇങ്ങനെ നിഷ്ഠയോടുകൂടി കുഞ്ഞുങ്ങളെ നോക്കുന്ന മാതാപിതാക്കളുണ്ട്, വളരെ നിഷ്ഠയോടും നിങ്ങളുടെ വ്യക്തമായ ധാരണയോടും കൂടി ഈ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ നിൽക്കുന്ന കുട്ടികളുമുണ്ട്, അവരുമുണ്ട് ഈ കൂട്ടായ്മയിൽ. നല്ലവർ, ദൈവത്തിന് സ്തോത്രം. അവർ വച്ചടി വളർന്നു പോകുന്നത് കാണാം, ഉയർന്നു പോകുന്നത് കാണാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ ഒരിക്കലും സഭ മാറാൻ പഠിപ്പിക്കുന്നില്ല, സഭ മാറുകയില്ല, മാറ്റുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മാറണമെങ്കിൽ മാറാനുള്ള അവസരങ്ങൾക്ക് ധാരാളം വന്നതാണ്. 1975 എനിക്ക് തോന്നുന്നു വലിയൊരു ഓഫർ, എനിക്ക് തോന്നുന്നു വലിയൊരു ഓഫർ. അമേരിക്കയിലുള്ള ഒരു സഭയുടെ ഇന്ത്യയുടെ കോർഡിനേറ്ററാകാൻ എന്നെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, സെക്കൻഡ് തിങ് ആവശ്യമില്ല. ഞാൻ കോളേജിലെ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ എൻ്റെ റൂമിലേക്ക് ഒരാൾ വന്നു. അദ്ദേഹം മുമ്പ് ഓർത്തഡോക്സ് സഭയിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു.
ആൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് വിചാരിച്ചാൽ അത് പറയുന്നില്ല. അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു സാറ് സുവിശേഷം അറിയുന്നയാളാണ്. സാറ് ഞാനീ പോകുന്നതുപോലെ ഞങ്ങളുടെ സഭയിലേക്ക് വരണം. സാറിന് അനേകം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. കുറേയേറെ മോഹന വാഗ്ദാനങ്ങൾക്ക് തന്നു. ഞാൻ പറഞ്ഞു ദെർ ഇസ് നോ നീഡ് ഫോർ എ സെക്കൻഡ് തിങ്കിങ്. രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വാർദ്ധക്യത്തിൻ്റെ ഈ സമയത്തേക്ക് വന്ന കാലത്ത് ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവിന് ഇത്രയും കാലം നിർത്തി, സഭ മാറാതെ, സഭ മാറ്റാതെ, ഒരു കക്ഷിയോടും പ്രത്യേക ചർച്ചയോ ആനുകൂല്യമോ പ്രാതികൂല്യമോ ഇല്ലാതെ ഒരു കക്ഷിയോടും ഇല്ല, കക്ഷിത്വമില്ല, കക്ഷിസ്പർശമില്ല, എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കൾ. പ്രിയപ്പെട്ടവരെ, എല്ലാ മതത്തിലുള്ളവർ ദൈവത്തിൻ്റെ മക്കൾ, എല്ലാ മതത്തിലുള്ളവർ, എല്ലാ സമുദായത്തിലുള്ളവർ ദൈവത്തിൻ്റെ മക്കൾ. അവരെല്ലാം സത്യദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കൃപയാൽ ഏറ്റെടുക്കാൻ കർത്താവ് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം, കർത്താവേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, കർത്താവേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. സ്തോത്രം. പഴയ വീര്യത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ട് വരണമേ. നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എനിക്ക് പുനരുദ്ധാരണം തരണമേ. നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവേ എന്നെ തിരികെ കൊണ്ടുവന്ന് സാക്ഷാത്തായ സ്ഥാനത്തിനെ കൊണ്ടുവന്ന് ഇരുത്തണമേ. അനുഗ്രഹീതമായ സ്വർഗീയ സമാധാനം, സ്വർഗീയ സന്തോഷമുള്ള നല്ല കാലത്തേക്ക് എന്നെ മടക്കിക്കൊണ്ട് വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതാണ്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. വീണ്ടും പറയുന്നു, യഹോവേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമേ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ ഉയരട്ടെ. ഞങ്ങൾ പണ്ടേ പോലെ ഒരു നല്ല കാലം തരണമേ. യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറയൂ, പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. കർത്താവോട് പറയൂ, കർത്താവേ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനെ എഴുന്നേൽക്കാൻ പോവുകയാണ്. കർത്താവേ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പഴയതിലേക്ക്, പഴയ സന്തോഷത്തിലേക്ക്, പഴയ സമാധാനത്തിലേക്ക്, പഴയ വിശുദ്ധിയിലേക്ക് മടങ്ങി വരാനുള്ള തീരുമാനത്തോടെ ഞാൻ എഴുന്നേൽക്കുകയാണ്. കർത്താവേ സത്യവും നീതിയും വിശുദ്ധിയുമുള്ള ദൈവ വഴിയിലേക്ക് ഞാനിത് തിരിയുകയാണ്. എന്നെ നീ സ്വീകരിക്കണമേ, എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ, കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വരി നാം മഹത്വപ്പെടട്ടെ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. രാജാധിരാജനെ, മഹത്വത്തിൻ്റെ ഉടയവനെ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ മധ്യത്തിൽ തന്നെയുള്ളതിനായി സ്തോത്രം. അവിടെ നിങ്ങളുടെ ഓരോരുത്തരും ഹൃദയങ്ങളെ കാണുന്നതിനായി സ്തോത്രം. നാഥ, അതിൻ്റെ അരിമകരം ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ തീരുമാനമെടുത്ത് പൊതുജീവിതത്തിന് സമർപ്പിച്ചവർ എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവ് ആലിംഗനം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരയും മക്കളെ ചേർത്ത് അണയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഈ മക്കളുടെ രോഗങ്ങൾ മാറ്റണമേ, ആവലാധികൾ തീർക്കണമേ, ഹൃദയവിഷാദങ്ങൾ അകറ്റണമേ, ആവശ്യങ്ങൾ നിറവേറ്റണമേ കർത്താവേ. ഭാരത്തോടിരിക്കുന്നവരുടെ ഭാരങ്ങൾ മാറ്റണമേ, ചുമടുകളെല്ലാം മാറ്റി സമാധാനത്തോടെ എഴുന്നേൽപ്പാൻ കൃപ നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ നാഥ, നിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.